രാവിലെ മുതൽ രാത്രി വരെ വീട്ടിലെ പണികളെടുത്ത് മടുത്തു അല്ലേ? കുട്ടികളെ നോക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, വീട് വൃത്തിയാക്കുന്നു. പക്ഷെ മാസാവസാനം ആകുമ്പോൾ എൻ്റെ കയ്യിൽ സ്വന്തമായി ഒരു രൂപ പോലും ഇല്ലല്ലോ എന്ന് തോന്നിയിട്ടുണ്ടോ? ഒരു ചായ കുടിക്കാൻ പോലും മറ്റുള്ളവരോട് ചോദിക്കേണ്ട അവസ്ഥ. എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയാണ്. 10 മിനിറ്റ് തരൂ, വീട്ടിലിരുന്ന് തന്നെ പൈസ ഉണ്ടാക്കാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം, പ്രോമിസ്. എനിക്ക് പറ്റുമോ? ആ സംശയം ആദ്യം കളയണം. നമ്മളിൽ പലരും വിചാരിക്കുന്നത്, എനിക്ക് എന്തറിയാം, ഞാൻ പഠിച്ചിട്ടില്ല, വലിയ കഴിവൊന്നുമില്ല. പക്ഷേ നിങ്ങളൊരു വീട് നോക്കി നടത്തുന്നില്ലേ? അതിലും വലിയ മാനേജ്മെൻറ്റ് ഈ ലോകത്ത് വേറെ ഉണ്ടോ? നിങ്ങൾക്കറിയാവുന്ന 3 കാര്യം ഞാൻ പറയട്ടെ. പാചകം. നിങ്ങളുണ്ടാക്കുന്ന സാമ്പാറിൻ്റെ ടേസ്റ്റ് ഹോട്ടലിൽ കിട്ടുമോ? ഇല്ല. ബഡ്ജറ്റ്. ഒരു കൃത്യമായ പൈസ കൊണ്ട് ഒരു മാസം വീട് ഓടിക്കുന്ന വിദ്യ നിങ്ങൾക്കറിയാം. അതുപോലെ ടൈം മാനേജ്മെൻറ്റ്. 10 പണി ഒരുമിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. ഇത് 3 മതി പൈസ ഉണ്ടാക്കാൻ. സമ്മതിച്ചോ? നമുക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, ധൈര്യം ഇല്ലാഞ്ഞിട്ടാണ്. അത് ഇന്ന് നമ്മൾ മാറ്റും. എന്ത് പണി ചെയ്യും? അതായിരിക്കും എല്ലാവരുടെയും സംശയം. ഞാൻ 5 എളുപ്പവഴി പറയാം. ഒറ്റ രൂപ മുടക്കില്ലാതെ തുടങ്ങാം. ഐഡിയ നമ്പർ 1, ഹോം ഫുഡ് ഓർഡർ. നിങ്ങളുടെ അച്ചാറ്, ചമ്മന്തിപ്പൊടി, പലഹാരം, ബിരിയാണി ഇതിന് എന്ത് ഡിമാൻഡാണെന്ന് അറിയാമോ? നിങ്ങളുടെ ഫ്ലാറ്റിലെ അടുത്ത വീട്ടിലെ ആളുകളോട് പറയൂ, ഞാൻ സ്പെഷ്യൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട്, വേണമെന്ന്. ഒരെണ്ണം വിറ്റാൽ 20 രൂപ ലാഭം. ദിവസം 10 എണ്ണം വിറ്റാൽ 200 രൂപ ലാഭം കിട്ടിയില്ലേ? ഐഡിയ നമ്പർ 2, ട്യൂഷൻ എടുക്കുക. 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ വലിയ ഡിഗ്രി ഒന്നും വേണ്ട. നിങ്ങളുടെ വീട്ടിൽ വൈകുന്നേരം 1 മണിക്കൂർ. 4 കുട്ടികൾ, ഒരാൾക്ക് 500 രൂപ, മാസം 2000 രൂപ കയ്യിൽ കിട്ടിയില്ലേ? ഐഡിയ നമ്പർ 3, തയ്യൽ അല്ലെങ്കിൽ ബ്ലൗസ് സ്റ്റിച്ചിങ്. ചുരിദാർ തയ്യൽ, ബ്ലൗസ്, കുട്ടികളുടെ ഡ്രസ്സ്. ഒരു ബ്ലൗസ് തയ്ക്കാൻ 250 രൂപ ചാർജ് ചെയ്യാം. ആഴ്ചയിൽ 4 എണ്ണം ചെയ്താൽ 1000 രൂപ. ഐഡിയ നമ്പർ 4, യൂട്യൂബ് ഓർ ഇൻസ്റ്റഗ്രാം. നിങ്ങൾ പാചകം ചെയ്യുന്നത് വീഡിയോ എടുക്കൂ. എൻ്റെ അടുക്കള എന്നൊരു പേജ് തുടങ്ങും. ഫോൺ മതി. 1000 ആളുകൾ കണ്ടാൽ തന്നെ പൈസ കിട്ടി തുടങ്ങും. പിന്നെ പ്രൊമോഷൻ, കൊളാബറേഷൻ തുടങ്ങി ഫ്രീ സാധനങ്ങൾ വേറെയും. ഐഡിയ നമ്പർ 5, റെസിൻ ആർട്ട് അല്ലെങ്കിൽ ക്രാഫ്റ്റ്. ഇപ്പോഴത്തെ ട്രെൻഡാണ് കീ ചെയിൻ, ഫോട്ടോ ഫ്രെയിം. യൂട്യൂബ് നോക്കി നമുക്കതെല്ലാം പഠിക്കാം. 50 രൂപ മുടക്കി ഉണ്ടാക്കുന്ന സാധനം 200 രൂപയ്ക്ക് വിൽക്കാം. ഇതിലേതാണ് നിങ്ങൾക്ക് പറ്റിയത്? കമൻറ്റിൽ പറയൂ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, എനിക്ക് എവിടെ സമയമെന്ന്. ദിവസത്തിൽ 24 മണിക്കൂറുണ്ട്. അതിൽ 1 മണിക്കൂർ നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടി മാറ്റിവെക്കാമോ? എപ്പോൾ വേണമെങ്കിലും ആയിക്കോട്ടെ. ഉച്ചയ്ക്ക് കുട്ടികൾ ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ രാത്രി ഏറെ വൈകിയാണെങ്കിലും നിങ്ങൾക്കായൊരു സമയം കണ്ടെത്തി. ആ 1 മണിക്കൂർ നിങ്ങളുടെ ലൈഫ് മാറാനുള്ള സമയമാണ്. ചില സിനിമയിലും സീരിയലിലും കണ്ടിട്ടില്ലേ കഥ മാറുന്നത്? ആ കഥ മാറുന്നത് കണ്ടു മാത്രം നിന്നാൽ മതിയോ? നമ്മുടെ ജീവിതത്തിലും അത് മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമല്ലേ? വേറെ എല്ലാവർക്കും തോന്നുന്ന മറ്റൊരു കാര്യമാണ് നാണക്കേട്. ആളുകൾ എന്ത് വിചാരിക്കും? അച്ചാറ്, ഉണ്ണിയപ്പം തുടങ്ങിയ സാധനങ്ങളൊക്കെ വിറ്റ് നടന്നാൽ നാട്ടുകാർ എന്ത് വിചാരിക്കും? ഭർത്താവിൻ്റെ വീട്ടുകാർ കളിയാക്കുമോ? നിങ്ങൾ മോഷ്ടിക്കാനല്ല പോകുന്നത്. അത് മാത്രം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക.